124 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി വോട്ടർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ ഇന്ത്യയിൽ എന്ന ഗിന്നസ് റെക്കോർഡ് കിട്ടുമല്ലോ. അപ്പോൾ വളരെ വലിയ വിവാദങ്ങൾ നടക്കുന്ന ബീഹാറിലെ വോട്ടർ പട്ടികയിലാണ് ഈ ചെറുപ്പക്കാരി വോട്ടർ ഇടം പിടിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ ഒരു വോട്ടർ ഐഡിയാണ് ഈ രസകരമായ വിവാദങ്ങൾക്ക് ആധാരം. പേര് മിൻഡ ദേവി, വയസ്സ് 124. കണ്ടാൽ ഒരു 35 വയസ്സ് തോന്നും. ഇതാണ് വോട്ടർ പട്ടികയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മിൻഡ ദേവി. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രത്തോളം തെറ്റുകളായിരിക്കും ഈ കമ്മീഷനിൽ നടന്നിട്ടുണ്ടാകുക. BJPക്ക് കുഴലൂതി കൊടുക്കാൻ മാത്രമുള്ള ഒരു കമ്മീഷനായി മാറിയോ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ചൊവ്വാഴ്ച ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടു. ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷ എംപിമാരുടെ ആവശ്യം. ഇതേ വിഷയത്തിൽ കഴിഞ്ഞ 15 ദിവസമായി പാർലമെന്റിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. എന്നാൽ ഇന്നലെ നടന്ന പ്രതിഷേധത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മിൻഡ ദേവി 124 നോട്ട് ഔട്ട് എന്നെഴുതിയ ഒരു ടീഷർട്ട് ധരിച്ചാണ് എംപിമാർ എത്തിയത്. അതോടെ പ്രതിഷേധത്തിൽ നിന്ന് മാറി എല്ലാവരുടെയും അന്വേഷണവും ശ്രദ്ധയും ആരാണ് മിൻഡ ദേവി എന്നതിലേക്കായി. അന്വേഷണം ചെന്നെത്തിയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ ഒരു വോട്ടറിലേക്കും. കണ്ടാൽ 35 വയസ്സ് തോന്നിക്കുന്ന 124 വയസ്സുള്ള ഒരു വോട്ടറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മിൻഡ ദേവി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള ഈ കൗതുക വോട്ടർ ഐഡിയാണ് ഇന്ത്യ സഖ്യം ആയുധമാക്കിയതും. BJPക്ക് അധികാരം നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പോൺസർ ചെയ്ത വോട്ട് കൊള്ളയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇതെന്ന് കാണിക്കാനാണ് ഈ ചിത്രം ഉപയോഗിച്ചത് എന്നാണ് ഇന്ത്യ സഖ്യം എംപിമാരുടെ വാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ പ്രകാരം മിൻഡ ദേവി എന്നത് ബീഹാറിലെ ദരൗന്ദ നിയമസഭാ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അതും 124 വയസ്സുള്ള കന്നി വോട്ടർ. എന്നാൽ കമ്മീഷൻ തന്നെ വെബ്സൈറ്റിൽ നൽകിയ ചിത്രം പ്രകാരം മിൻഡ ദേവിക്ക് 35 വയസ്സ് തോന്നിക്കും. കോൺഗ്രസ് നേതാവ് പവൻ ഖേര പരിഹസിച്ചതുപോലെ ചെറുപ്പക്കാരിയെ പോലെ തോന്നിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ നമ്മുടെ ഇന്ത്യയിലാണ് എന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമല്ലോ എന്നാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ എന്ന നിലയിൽ മിൻഡ ദേവിയെ ഗിന്നസ് ബുക്കിൽ ഉൾപ്പെടുത്താമെന്നുകൂടി കോൺഗ്രസ് പരിഹസിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവർത്തികളിൽ അങ്ങനെ ഒന്നുകൂടി ചേരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര മഹത്തരം! ഇത്ര വലിയ തട്ടിപ്പ് വോട്ടർ പട്ടികയിൽ നടന്നിട്ട് പോലും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നിയമവിരുദ്ധമാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സെപ്റ്റംബർ വരെ മാറ്റിവെക്കാമെന്നാണ് സുപ്രീം കോടതി എടുത്ത നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പുനഃപരിശോധനാ പ്രക്രിയയെ ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ ഈ നിലപാട്. ഇതോടൊപ്പം പൗരത്വ രേഖകൾ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിനെയും സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നു. ആധാർ കാർഡും വോട്ടർ ID കാർഡും പൗരത്വ രേഖകളായി അംഗീകരിക്കാനാകില്ല എന്നും പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ ഹർജിക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. പൗരത്വം സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ആധാർ കാർഡോ പാൻ കാർഡോ വോട്ടർ ID കാർഡോ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ അല്ല എന്നാണ് കമ്മീഷന്റെ വാദം. ഇത് ചോദ്യം ചെയ്ത കപിൽ സിബൽ അടക്കമുള്ള അഭിഭാഷകരുടെ വാദത്തെ സുപ്രീം കോടതിയും ചോദ്യം ചെയ്തു. പൗരത്വ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആധികാര പരിധിയല്ലെന്നും അത് കേന്ദ്ര സർക്കാരാണ് എന്നുമാണ് ഹർജിക്കാർ വാദിക്കുന്നത്. ആധാറും വോട്ടർ IDക്കും പകരം ജനന സർട്ടിഫിക്കറ്റ് എന്ന നിയമം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് വാദം. എന്നാൽ ബീഹാറിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്താകും സ്ഥിതി എന്ന മറു ചോദ്യമായിരുന്നു കോടതിയുടേത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അത്ഭുത പ്രവർത്തികൾ ഇനിയും തുടരും. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് BJPയുടെ ഒരു ഡിപ്പാർട്ട്മെന്റായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് തുടരും എന്നുറപ്പാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, മിൻഡ ദേവിമാർ ഇനിയും ഉണ്ടാകും. 76-ാം വയസ്സിലും 124-ാം വയസ്സിലും കന്നി വോട്ടർമാരാകുന്ന ശകുൻ റാണിമാരും മിൻഡ ദേവിമാരും ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഒരു സിനിമ ഡയലോഗ് പറയുന്നത് പോലെ പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാനിരിക്കുന്നതേയുള്ളൂ.